ഹായ് ഗൈസ്, ദിസ് ഈസ് JP. ഐ നോ ഇതിനു മുമ്പ് ഉള്ള എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും കേട്ടിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് എൻ്റെ വോയിസ് ഓവർ ആയിരിക്കും. വോയിസ് ഓവർ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ മുതലേ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്ത് തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ബേസിക്കലി ഒരു ആംബിവേർട്ട് സ്വഭാവക്കാരനായ ഞാൻ അതിൽ ഇൻട്രോവെൻ്റസ് ആണ് എന്നെ കൂടുതൽ അതിന് തടയാനുള്ള പ്രധാന കാരണം. പിന്നൊരു കാരണം, നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിലൊക്കെ വോയിസ് മെസ്സേജ് അയക്കുന്നത് രണ്ടാമത് ഞാൻ കേൾക്കാറില്ല. സ്വന്തം വോയിസ് കേൾക്കുന്ന ഒരു ഓക്വേർഡ് ഫീല്, അതായത് രണ്ടാമത്തെ കാരണം. പിന്നെ എൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണെന്ന് ആളുകൾ പറയാറുണ്ട്. ബേസിക്കലി എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നവർക്ക് സ്പീഡ് ക്യാച്ച് ചെയ്യാൻ വളരെ പാടാണ് പറഞ്ഞിട്ട്. ആലപ്പുഴക്കാർക്ക് ആ ഒരു സ്പീഡുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും ഇനിയുള്ള മുതലുള്ള എൻ്റെ വീഡിയോസിലെല്ലാം എൻ്റെ ഈ വോയിസ് കൂടി നിങ്ങൾ സഹിക്കേണ്ടതാണ്. എന്തായാലും ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 വർഷം ആകുന്നു. 1 വർഷത്തിന് മേളിലായി ഒരു വർക്കൊക്കെ ചെയ്തിട്ട്. അതിൻ്റെ ഗ്യാപ്പ് വന്നതും എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നതെന്നൊക്കെ നമുക്ക് വഴിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തായാലും ആ ഗ്യാപ്പിന് ശേഷം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 1 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടൊരു ചെസ് സീരീസ് ഉണ്ടായിരുന്നു. ചെസ് പീസുകളുടെ സീരീസ്. അതിൽ ചെസ് പീസിൽ 3 ഞാൻ ചെയ്തായിരുന്നു. അതിൽ 4ാമത്താണ് ഇപ്പോൾ ഇത്, ബിഷപ്പ്, നമ്മുടെ തേര്. കമ്പാരിറ്റീവ്ലി മറ്റ് 3 എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് ചാലഞ്ചിങ് അല്ല. അതിൽ ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ നൈറ്റായിരുന്നു, കുതിര. അതിൻ്റെ അത്രയും ഡീറ്റെയിലിങ്ങിനൊന്നും വേണ്ടാത്തതുകൊണ്ട്, എന്നാലും ഇതിന് അതിൻ്റേതായ ചാലഞ്ചിങ് ഉണ്ട്. കാരണം ഓരോ വർക്കിനും, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കാണെങ്കിൽ അതിൻ്റെ വീക്ക് പോയിൻറ്റുകൾ എവിടെയാണ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പെൻസിലിൻ്റെ ക്വാളിറ്റി ഒരു ബാധകമാണ്. കാരണം പെൻസിലിൻ്റെ ഡെൻസിറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. അകത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അകത്ത് ബ്രിട്ടിലായിട്ടുള്ളോ ഇല്ലെങ്കിൽ കൺസ്റ്റൻ്റ് അല്ലാത്ത പീസുകളാണ്. സോ എന്തായാലും ഇത് എനിക്ക് അത്രയ്ക്ക് ചാലഞ്ചിങ് അല്ലായിരുന്നു. എന്നാലും ടൈം അത്യാവശ്യം എടുത്തായിരുന്നു. ഞാൻ ഒറ്റ സ്ട്രെച്ച് എനിക്ക് അതുകൊണ്ട് ടൈം എത്ര എടുത്തു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഈവൻ ഈ വീഡിയോ പോലും ഹാൻഡ് മൂവ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ കാണുന്നത് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് ഇടയ്ക്ക് വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ചില ഷോട്ടുകൾ മാത്രമാണ്. ക്യാമറ നോക്കി ചെയ്യുന്നത്, ഫുൾ വീഡിയോ എടുക്കുന്നത് വലിയൊരു പാട് തന്നെയാണ്. കാരണം നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റും ക്യാമറയുടെ അതും തമ്മിൽ ഭയങ്കര ലാഗുണ്ട്. സോ അത് പാടാണ്. ഭാവിയിൽ എന്നാൽ ഫുൾ ട്യൂട്ടോറിയൽ വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെ വരും എന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ദിസ് ഈസ് ബിഷപ്പ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ കണ്ടൻറ്റുകൾ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.